ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറിക്ക് പിന്നിൽ അല്ലെങ്കിൽ അവിടെ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ച് പകരം മുഹമ്മദ് യൂനിസ് അധികാരത്തിലെത്തിയതിനു പിന്നിൽ അമേരിക്കൻ ഇടപെടൽ പണ്ട് ആക്ഷേപം വന്നിരുന്നത് ഡീപ്പ് സ്റ്റേറ്റ് അതിൽ ഇടപെട്ട് കളിച്ചതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി ഉണ്ടായത് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കുറേ കൂടി ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ് മൊഹിബുൾ ഹസൻ ചൗധരി. അദ്ദേഹം ഷെയ്ഖ് ഹസീന സർക്കാരിൽ ഒരു മന്ത്രിയായിരുന്നു. അതുമാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ ഒരു വിശ്വസ്തൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റഷ്യൻ മാധ്യമത്തിന് നൽകിയ റഷ്യ ടുഡേ എന്ന് പറയുന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗുരുതര ആക്ഷേപം ഉന്നയിക്കുന്നത്. ബംഗ്ലാദേശിൽ ഭരണം അട്ടിമറിച്ചതിന് പിന്നിൽ അമേരിക്കൻ അജണ്ടകളാണ്, അമേരിക്കൻ താൽപ്പര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അപ്പോൾ അത് ആരോപിക്കുന്നതിൻ്റെ പ്രധാന മുനചെന്ന് തറയ്ക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ്, അതേപോലെ തന്നെ അമേരിക്കയിലെ USAID എന്ന് പറയുന്ന സന്നദ്ധ സംഘടന, അതായത് അമേരിക്കൻ സർക്കാരിൻ്റെ കീഴിൽ ഈ ആതുര സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്, പാവൻ രാജ്യങ്ങളിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന, അല്ലെങ്കിൽ ആ ഒരു ബോഡിയെ വിളിക്കുന്ന പേരാണ് USAID എന്ന്. അപ്പോൾ അത്തരത്തിൽ USAIDും അതേപോലെ മുഹമ്മദ് യൂനിസും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചന, അതുകൂടാതെ മറ്റൊരു സ്ഥാപനവും മറ്റൊരു സംഘടനയുടെ പേരും അദ്ദേഹം ആക്ഷേപമായി ഉന്നയിക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടാതെ ബിൽ ക്ലിൻ്റൻ്റെ കുടുംബം, അതായത് അമേരിക്കയിൽ ഒരേ സമയം അമേരിക്കൻ പ്രസിഡൻ്റാകുകയും അതേസമയം തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഭാര്യ മത്സരിക്കുകയും ചെയ്തു. അതായത് ദമ്പതികൾ രണ്ടുപേരും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. അതിൽ ഒരാൾ പരാജയപ്പെട്ടു, ഹിലാരി ക്ലിൻ്റൺ പരാജയപ്പെട്ടു. എന്നാൽ ബിൽ ക്ലിൻ്റൺ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന ആളാണ്. അപ്പോൾ അമേരിക്കയിൽ വലിയ സ്വാധീനമുള്ള ഒരു കുടുംബമാണ് ക്ലിൻ്റൺ കുടുംബം. അപ്പോൾ ഈ ക്ലിൻ്റൺ കുടുംബവും അതേപോലെ USAID എന്ന് പറയുന്ന അമേരിക്കൻ സന്നദ്ധ സംഘടനയും പിന്നെ ഇൻ്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരും എല്ലാം കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി ഉണ്ടായത് എന്നുള്ളതാണ് മൊഹിബുൾ ഹസൻ ചൗധരി എന്ന് പറയുന്ന മുൻ മന്ത്രി, അതായത് ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തനായിട്ടുള്ള ആൾ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം കൃത്യമായ കാരണങ്ങളും നിരത്തുന്നുണ്ട്. കാരണം ഈ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ തുടങ്ങിയതല്ല, പണ്ടുകാലം മുതലേ. അതായത് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്ന മുജീബുർ റഹ്മാൻ അധികാരത്തിലിരുന്ന സമയത്ത് പോലും അമേരിക്ക ബംഗ്ലാദേശിൽ ഒരു സൈനിക താവളം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതായത് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപ് തങ്ങളുടെ സൈനിക താവളമാക്കി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത് മുജീബുർ റഹ്മാൻ്റെ കാലത്ത് അത് അനുവദിച്ചു കൊടുത്തില്ല. പിന്നീട് ഷെയ്ഖ് ഹസീന, മുജീബുർ റഹ്മാൻ്റെ മകൾ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നപ്പോൾ അവരും സമാനമായ നിലപാടെടുത്തു. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീന, അതായത് അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ബംഗ്ലാദേശിൽ ഏറ്റവും ജനസ്വാധീനമുള്ള ആ പാർട്ടി അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറണം, എന്നിട്ട് തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ഒരു ഭരണാധികാരി അവിടെ അധികാരത്തിലെത്തണം. അങ്ങനെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ആളെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയ ഗൂഢാലോചനയാണ് 2024 അവിടെ നടന്ന 2024 ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നാട് വിട്ട് പലായനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഇദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നത്. നേരത്തെ ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിലിരുന്ന സമയത്ത് തന്നെ മുഹമ്മദ് യൂനിസിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മുഹമ്മദ് യൂനിസ് നമുക്കറിയാവുന്നതുപോലെ ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിങ് ശൃംഖലയുടെ തലതൊട്ടപ്പനാണ്. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസ് എത്ര വലിയ ധനകാര്യ വിദഗ്ധനാണെങ്കിൽ പോലും ഷെയ്ഖ് ഹസീന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനിസിനെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസ് അവിടെ ഭരണത്തിലെത്തുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി ഒരു കലാപം ആസൂത്രണം ചെയ്തു. അതായത് പല ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പല സന്നദ്ധ സംഘടനകൾക്കും വിദേശ സാമ്പത്തിക സഹായം കിട്ടി. അപ്പോൾ ആ വിദേശ സാമ്പത്തിക സഹായത്തിൻ്റെ ഉറവിടം അത് അമേരിക്കയാണ്. പിന്നെ മറ്റൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, ഈ പറയുന്ന USAID, അതായത് അമേരിക്കയിലെ ആ സന്നദ്ധ സംഘടന, അത് ആ സംഘടനയ്ക്ക് കീഴിൽ അമേരിക്കയുടെ ദശലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാര്യക്ഷമതാ വകുപ്പ് ഡോജ് എന്ന പേരിൽ ഒരു വകുപ്പ് സൃഷ്ടിക്കുകയും എലോൺ മസ്ക് അതിൻ്റെ തലപ്പത്തെത്തുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം
ഈ എയ്ഡ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം അത് അമേരിക്കയ്ക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ പിരിച്ചുവിട്ടുന്ന ഒരവസ്ഥ, അതിൻ്റെ നിർവീര്യമാക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു. ആ സമയത്ത് ഈ എയ്ഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ദശലക്ഷക്കണക്കിന് രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. അപ്പോൾ ആ പണം മുഴുവൻ ഈ ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി നടത്താൻ പര്യാപ്തമായ കലാപം ആസൂത്രണം ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചു. അതായത് ഈ കലാപത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകൾക്ക് വൻതോതിൽ വിദേശ സാമ്പത്തിക സഹായം കിട്ടി എന്നുള്ളതാണ് ഈ മൊഹിബുൾ ഹസൻ ചൗധരി ഇപ്പോൾ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിൽ നിന്ന് മാറാനുള്ള പ്രധാന കാരണം വിദ്യാർത്ഥികളും യുവാക്കളും ഒരു തെരുവിലിറങ്ങി കലാപ സമാനമായ സമരം നയിച്ചതിൻ്റെ പേരിലാണ്. കാരണം സർക്കാർ സർവീസിലൊക്കെ സംവരണം, ജോലി സ്ഥിരത, തൊഴിലില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ആ സമരം പിന്നീട് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു വിരുദ്ധ കലാപമായിട്ട് പിന്നീട് മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് പാകിസ്ഥാനുമായിട്ട് തല്ലിപ്പിരിഞ്ഞ ബംഗ്ലാദേശ് 1971 ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞ, അല്ലെങ്കിൽ പാകിസ്ഥാനോട് സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. അതേ പാകിസ്ഥാനുമായി സന്ധി ചെയ്യുന്ന ഒരു ഭരണകൂടം ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട്. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന കടുത്ത മത നിലപാടുകളുള്ള, കടുത്ത ഇസ്ലാം തീവ്ര നിലപാടുകളുള്ള ഭരണാധികാരിക്ക് ഇപ്പോൾ ഇന്ത്യയെക്കാൾ പ്രിയം പാകിസ്ഥാനാണ്. അപ്പോൾ അങ്ങനെ തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ഒരു ഭരണകൂടത്തെ ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തുക, അതുവഴി തങ്ങളുടെ സൈനികമായിട്ടുള്ള താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ നടപ്പിലാക്കുക, അതേപോലെ തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്ക ഈ പദ്ധതിയിലൂടെ നേടിയത് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം ബംഗ്ലാദേശിൽ സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും ചൈന തൊട്ടടുത്ത് കിടക്കുന്നതായതുകൊണ്ട് ഇന്ത്യൻ മേഖലയിൽ സൈനിക താവളം സ്ഥാപിക്കാൻ ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ മ്യാൻമാർ വലിയൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് ഒരു സൈനിക താവളം, അത് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് കിട്ടിയാൽ തന്ത്രപ്രധാന ഒരു സംഗതിയാണ്. ചൈനയെ കൃത്യമായി നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അപ്പോൾ നിലവിൽ മുഹമ്മദ് യൂനിസ് അവിടെ അധികാരത്തിൽ വന്നതോടുകൂടി ബംഗ്ലാദേശ് അവരുടെ മുൻ നിലപാട് തിരുത്തി അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കാൻ സന്നദ്ധമാണ് എന്ന തരത്തിലാണ് നിലവിൽ മുഹമ്മദ് യൂനിസ് ഭരണകൂടം പ്രതികരിക്കുന്നത്. പക്ഷേ അവിടുത്തെ സൈനിക മേധാവി വാക്കറുസ്സമാൻ ഈ ഒരു പദ്ധതിക്ക് എതിര് നിൽക്കുന്നത് മാത്രമാണ് മുഹമ്മദ് യൂനിസിന് ഇപ്പോൾ വലിയൊരു തലവേദനയായിട്ടുള്ളത്. പക്ഷേ അമേരിക്ക ഇത്ര വലിയൊരു ഗൂഢാലോചന നടത്തി അവിടെ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു ഭരണ അട്ടിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അവിടെ ഒരു സൈനിക താവളം അടക്കം അവരുടെ ലക്ഷ്യങ്ങൾ വലിയ താമസമില്ലാണ്ട് നടപ്പാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.